വെൽക്കം ടു സ്റ്റഡി ഗൈഡ് മലയാളം. RPF കോൺസ്റ്റബിളിൻ്റെ ക്ലാസ്സസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്പർ സിസ്റ്റത്തിൻ്റെ പാർട്ട് 3 ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഡിവിസിബിലിറ്റി റൂൾസ് ആണ്. അതായത് 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം വരുമോ ഇല്ലയോ എന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സിമ്പിളായിട്ട് ആൻസറിലോട്ട് എങ്ങനെ എത്താം, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ടൈം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ 0ൻ്റെ കാര്യം നോക്കാം. 0 കൊണ്ട് ഏതൊരു നമ്പറിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഇനി 1 കൊണ്ടോ? 1 കൊണ്ട് എല്ലാ നമ്പറിനെയും, ഏത് നമ്പറോ ആയിക്കൊള്ളട്ടെ, എല്ലാ നമ്പറിനെയും നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കും. അത് എത്ര വലിയ നമ്പറാണെങ്കിലും ആൻസർ എന്ത് തന്നെയായിരിക്കും വരിക? അതേ നമ്പർ തന്നെയായിരിക്കും വരിക. എക്സാമ്പിൾ 5 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ ഇത്ര എന്ത് വരും? 5 വരും. ശിഷ്ടമില്ലാതെ നമുക്ക് 1 കൊണ്ട് ഏത് നമ്പറിനെയും ഹരിക്കാൻ സാധിക്കും. അടുത്തത് 2 കൊണ്ട് ഒരു നമ്പറിനെ നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര വലിയ നമ്പറോ ആയിക്കൊള്ളട്ടെ, ഒരേ ഒരു കാര്യം നോക്കിയാൽ മതി. അവസാനത്തെ ഡിജിറ്റ് ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കിയാൽ മതി. 0മോ ഇരട്ട സംഖ്യയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിനെ 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കും. ഒരു നമ്പർ നോക്കാം. ഈ ഒരു നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്ന് ചോദ്യം വന്നാൽ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ നമ്പർ നോക്കിയാൽ മതി. അവസാനത്തെ നമ്പർ എത്രയാണ്? 3 എന്ന് പറയുമ്പോൾ 0മോ ഇരട്ട സംഖ്യയോ 2, 4, 6, 8 ഇതുവരെയുള്ള ഇരട്ട സംഖ്യ നോക്കിയാൽ പോരെ. കാരണം അവസാനത്തെ ഒറ്റ ഡിജിറ്റാണ് നമ്മൾ നോക്കുന്നത്. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ നമുക്ക് ഈ സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഈ സംഖ്യയെ നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം എന്താണ്? അവസാനത്തെ ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? 2 കൊണ്ട് ഒരു സംഖ്യയെ നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ ഡിജിറ്റ് നോക്കുക. 0മോ ഇരട്ട സംഖ്യയോ 2, 4, 6, 8 ഇതിലേതെങ്കിലും ഒരു സംഖ്യയാണെങ്കിൽ അതിനെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സാധിക്കില്ല. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ നമ്പർ 2 കൊണ്ട് നമുക്ക് ഈ നമ്പറിനെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കി. അവസാനത്തെ ഡിജിറ്റ് എത്രയാണ്? 6 ഒരു ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് ഈ നമ്പറിനെ നമുക്ക് മുഴുവനായിട്ടും 2 കൊണ്ട് ഹരിക്കാം. എന്താണ് ചെയ്തത്? അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കി. അത് 0മോ ഇരട്ട സംഖ്യയോ ആയാൽ ആ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഈ ഒരു നമ്പറിനെ നമുക്ക് മുഴുവനായിട്ടും 2 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ അല്ലേ? അടുത്ത നമ്പർ എത്ര വലിയ നമ്പറോ ആയിക്കൊള്ളട്ടെ, നമ്മൾ എന്ത് മാത്രം നോക്കുന്നു? അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കുന്നു. 0മോ ഇരട്ട സംഖ്യയോ ആണോ? അല്ല, 5 ആണ് അവസാനത്തെ ഡിജിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഈ ഒരു നമ്പറിനെ നമുക്ക് നിശേഷം 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. ഓക്കെ അല്ലേ? അടുത്തൊരു നമ്പർ നോക്കാം. എന്ത് ചെയ്താൽ മതി? ഇത്രയും വലിയ നമ്പറാണ്, പക്ഷെ നമുക്കിത് മുഴുവനായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കാം. അത് 0മോ ഇരട്ട സംഖ്യയോ ആയാൽ 2 കൊണ്ട് ഹരിക്കാം. 4 ഇരട്ട സംഖ്യയല്ലേ? അപ്പോൾ ഈ മുഴുവൻ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് അവസാനത്തെ ഡിജിറ്റ് എത്രയാണ്? 0 വന്നാൽ നമുക്ക് 2 കൊണ്ട് നിശേഷം ഈ മുഴുവൻ നമ്പറിനെയും ഹരിക്കാനായിട്ട് സാധിക്കും. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? അടുത്ത നമ്പർ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? അവസാനത്തെ ഡിജിറ്റ് നോക്കുക. 0മോ ഇരട്ട സംഖ്യയോ 8 ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഈ മുഴുവൻ നമ്പറിനെയും നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്ത നമ്പർ നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ ഡിജിറ്റ് നോക്കിയാൽ മതി. അവസാനത്തെ ഡിജിറ്റ് എത്രയാണ്? 7 ഇരട്ട സംഖ്യയാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഈ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് നിശേഷം ഹരിക്കാനായിട്ട് സാധിക്കില്ല. അവസാനത്തെ സംഖ്യ 0മോ ഇരട്ട സംഖ്യയോ ആണെങ്കിൽ ആ ഒരു ഫുൾ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഡിവിസിബിൾ ബൈ 3, അതായത് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ 2469 എന്ന ഈ ഒരു നമ്പറിനെ 3 കൊണ്ട് നമുക്ക് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഫുള്ളായിട്ട് ഇരുന്നിട്ട് നമുക്ക് ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അതിനെന്ത് ചെയ്താൽ മതി?
ഓരോ അക്കങ്ങളും എടുത്ത് അത് കൂട്ടുക. അതായത് 2 + 4 + 6 + 9 എത്ര വരും? 2 ഉം 4 ഉം 6, 6 ഉം 6 ഉം 12, 12 9 ഉം 21. 21നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയാൽ മതി. ഇത്രയും വലിയൊരു നമ്പർ നോക്കണ്ട, ഇതിലെ ഓരോ ഡിജിറ്റും എടുത്ത് എല്ലാം കൂടി കൂട്ടുക. എല്ലാം കൂടി കൂട്ടി കിട്ടുന്ന നമ്പറിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിച്ചാൽ ഈ നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? 21 എന്ന് പറയുമ്പോൾ 3 × 7 21 ആണ്. സോ 21നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അങ്ങനെയാണെങ്കിൽ 2469നെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. ഓക്കെ അല്ലേ? എത്ര വലിയ നമ്പർ ആണെങ്കിലും നമ്പേഴ്സിനെ ഓരോ അക്കങ്ങളെയും എടുത്ത് ആഡ് ചെയ്യുക. അതിൽ കിട്ടുന്ന ഉത്തരത്തിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിച്ചാൽ ഈ നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ നമ്പറിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ നമ്പേഴ്സും എടുത്ത് ആഡ് ചെയ്താൽ മതി. 1 + 3 എന്ന് പറയുമ്പോൾ 4, 4 + 4 8, 8 + 8 16, 16 + 4 20, 20 + 5 25. ഈ 25 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? തന്ന നമ്പറിലെ ഓരോ അക്കങ്ങളും എടുത്ത് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വന്നു? 25. 25നെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം 3ൻ്റെ പട്ടിക അറിയുന്ന ആർക്കും അതിൽ ഡൗട്ട് വരില്ല. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത് നോക്കിയാൽ മതി? 2 + 5 എന്ന് പറയുമ്പോൾ 7. 7നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പറിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം ഇതിലെ അക്കങ്ങൾ ആഡ് ചെയ്ത് കിട്ടിയ തുകയെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അടുത്തത് എന്ത് ചെയ്യണം? നമ്മൾ ഓരോ അക്കങ്ങളും എടുത്ത് ആഡ് ചെയ്യണം. 9 + 0 9, + 1 10, 10 + 2 12, 12 9 21, 21 8 29. 29നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 + 9 11. 11നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പറിനെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. ഓക്കെ അല്ലേ? ഈ നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന തുകയെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്പർ. നമ്മൾ 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നറിയാൻ എന്ത് ചെയ്യണം? ഓരോന്നും ആഡ് ചെയ്യണം. 4 + 6 10, 10 + 1 11, 11ഉം 2ഉം 13, 13ഉം 2ഉം 15. 15നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിച്ചൂടെ? 3 × 5 15. അപ്പോൾ ഈ ഒരു നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? ആഡ് ചെയ്ത് കിട്ടിയ നമ്പർ എന്ന് പറയുന്നത് 3ൻ്റെ ഗുണിതമാണ്, അല്ലെങ്കിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എന്ത് ചെയ്യണം? 1 + 3 4, 4 × 3 5, 5 × 5 10, 10 × 9 19, 19ഉം 2ഉം 21. 21നെ നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിച്ചൂടെ? 7 × 3 21 അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. സോ 3 കൊണ്ട് ഒരു നമ്പറിനെ നിശേഷം ഹരിക്കാമോ എന്നറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ അക്കങ്ങളെയും ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിനെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിച്ചാൽ ആ ഒരു നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് നിശേഷം ഹരിക്കാം. അടുത്തത് ഡിവിസിബിൾ ബൈ 4. 4 കൊണ്ടൊരു നമ്പറിനെ നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ ഇല്ലയോ? 2 കൊണ്ട് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്തത്? അവസാനത്തെ ഡിജിറ്റ് ഇരട്ട സംഖ്യയോ 0 ആണെന്ന് നോക്കി. ഇനി 4 കൊണ്ടാവുമ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് നമ്മൾ നോക്കണം. അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 4 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന നമ്പറോ അല്ലെങ്കിൽ 2 0 ആയിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിനെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാം. കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അവസാനത്തെ 2 ഡിജിറ്റ് നോക്കണം.
അതിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് 0 ആയാൽ ഈ ഒരു ഫുൾ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അവസാനത്തെ 2 ഡിജിറ്റ് എന്താണ്? 48. 48നെ നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിച്ചൂടെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 48 ഹരിക്കണം 4. 4ൽ 4 1 പ്രാവശ്യം, 8ൽ 4 2 പ്രാവശ്യം. ശിഷ്ടം എന്ത് വന്നു? 0. സോ 48നെ നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഹരിച്ചൂടെ? 4 കൊണ്ട് ശിഷ്ടമില്ലാതെ നമുക്ക് ഹരിക്കാൻ സാധിക്കും. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ നമ്പർ എന്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം നോക്കുന്നു. അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 25. 25നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. സോ ഈ ഒരു നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അടുത്തത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനത്തെ 2 ഡിജിറ്റ് നോക്കുക. 92. 92നെ 4 കൊണ്ട് ശിഷ്ടമില്ലാതെ നമുക്ക് ഹരിക്കാൻ സാധിക്കും. സംശയമുള്ളൊരു സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫുൾ നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ സാധിക്കും, ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവസാനത്തെ 2 ഡിജിറ്റ് നോക്കി. എത്രയാണ്? 08. 08 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 8. 8നെ നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിച്ചൂടെ? സോ ഈ ഒരു ഫുൾ നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. അടുത്തത് ഈ ഒരു നമ്പർ അവസാനത്തെ 2 ഡിജിറ്റ് എത്രയാണ്? 0. രണ്ടും 0 ആയി കഴിഞ്ഞാൽ, അവസാനത്തെ 2 ഡിജിറ്റ് 0 ആയാൽ ആ ഒരു നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഓക്കെ അല്ലേ? അടുത്തത് അവസാനത്തെ 2 ഡിജിറ്റ് നോക്കി. 25. സോ ആ ഒരു നമ്പറിനെ നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. സോ ഈ ഫുൾ നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അടുത്തത് അവസാനത്തെ 2 ഡിജിറ്റ് എത്രയാണ്? 07. 07 എന്ന് പറയുമ്പോൾ എത്രയാണ്? 7 തന്നെയാണ്. 7നെ നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കില്ല, 4 കൊണ്ട് ഹരിക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ ഒരു ഫുൾ നമ്പറിനെയും നമുക്ക് 4 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അടുത്തത് ഡിവിസിബിൾ ബൈ 5. 5 കൊണ്ട് ഹരിക്കാൻ, ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കുന്നത് വളരെ എളുപ്പമാണ്. ലാസ്റ്റ് ഡിജിറ്റ് 0 5 ആയാൽ ആ ഒരു നമ്പറിനെ നമുക്ക് ശിഷ്ടമില്ലാതെ 5 കൊണ്ട് ഹരിക്കാം. അവസാനത്തെ ഡിജിറ്റ് 0 5 ആയാൽ മതി, ആ ഒരു നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. സോ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. എത്ര വലിയ നമ്പറും ആയിക്കോട്ടെ, നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അവസാനത്തെ ഡിജിറ്റ് ഇവിടെ എന്താണ്? 5 ആണ്. 0 5 ആയാൽ നമ്മൾ എന്ത് പറഞ്ഞു? 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാമെന്ന് പറഞ്ഞു. സോ ഈ ഒരു നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിച്ചൂടെ? ഹരിക്കാൻ സാധിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത നമ്പർ നോക്കുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി? അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അവസാനത്തെ ഡിജിറ്റ് ഇവിടെ എത്രയാണ്? 0. സോ ഈ ഒരു ഫുൾ നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്പർ എത്രയോ വലുതായിക്കോട്ടെ, അവസാനത്തെ ഡിജിറ്റ് മാത്രം എത്രയാണ്? 3. ഇവിടെ അവസാനത്തെ ഡിജിറ്റ് 3 ആയത് കാരണം 0 5 അല്ല, അതുകൊണ്ട് ഈ ഒരു നമ്പറിനെ നമുക്ക് 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവസാനത്തെ ഡിജിറ്റ് എത്രയാണ്? 5. അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ? ഈ ഒരു നമ്പറിനെ 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. അടുത്തൊരു എക്സാമ്പിൾ. അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കി. 8. 0 5 അല്ലല്ലോ, അപ്പോൾ ഈ നമ്പറിനെ എന്തായാലും നമുക്ക് 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അടുത്ത എക്സാമ്പിൾ. നമ്പർ ഫുള്ള് നോക്കണ്ട, അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കി. 0 5 അല്ല, അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പറിനെ 5 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അടുത്തത് ഡിവിസിബിൾ ബൈ 6. 6 കൊണ്ട് ഒരു നമ്പറിനെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നറിയണം. 6 എന്ന് പറയുമ്പോൾ 2 × 3 അല്ലേ? ഒരു നമ്പർ 6 കൊണ്ട് നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കണമെങ്കിൽ അത് 2ൻ്റെയും ഗുണിതമാവണം, 3ൻ്റെയും ഗുണിതമാവണം. 2ൻ്റെയും 3ൻ്റെയും റൂൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ ആ 2 റൂളും ഒരു നമ്പർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കും.
ഫോർ എക്സാമ്പിൾ നോക്കാം. ഈ ഒരു നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്നറിയാൻ 2ൻ്റെയും അത് സാറ്റിസ്ഫൈ ചെയ്യണം, 3ൻ്റെയും സാറ്റിസ്ഫൈ ചെയ്യണം. 2ൻ്റെ ഗുണിതമാണോ എന്നറിയാൻ അല്ലെങ്കിൽ 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്നറിയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കുക. നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, അവസാനത്തെ ഡിജിറ്റ് 0മോ ഇരട്ട സംഖ്യയോ ആയാൽ ആ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിച്ചൂടെ? ഇവിടെ അവസാനത്തെ നമ്പർ എത്രയാണ്? 4. 4 എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യയാണ്. സോ 2ൻ്റെത് സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ഈ ഒരു നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഇനി 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നറിയണം. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഓരോ ഡിജിറ്റും എടുത്ത് ആഡ് ചെയ്യണം. 3 + 0 3 + 2 എന്ന് പറയുമ്പോൾ 5, 5 6 11, 11 4 15. 15 എന്ന നമ്പറിനെ നമുക്ക് 3 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിച്ചൂടെ? സോ ഈ ഒരു ഫുൾ നമ്പറിനെയും നമുക്ക് 3 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. സോ 2 കൊണ്ടും ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കും, 3 കൊണ്ടും ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പറിനെ നമുക്ക് ഫുള്ള് 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കും. കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? 2 കൊണ്ടും ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കണം, 3 കൊണ്ടും ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കണം. ഏതെങ്കിലും ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ നമ്പർ എന്തൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം? 2 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം, 3 കൊണ്ടും ഹരിക്കാൻ സാധിക്കണം. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ആദ്യം നോക്കാം. 3 കൊണ്ടാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ 2 കൊണ്ടാണെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. 2ൻ്റെ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പിന്നെ 3ൻ്റെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? അവസാനത്തെ ഡിജിറ്റ് ഇരട്ട സംഖ്യയോ 0മോ ആണെന്ന് നോക്കി. ഇവിടെ എന്താണ്? 4. സോ അതിനെ നമുക്ക് എന്തുകൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം? 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഇനി 3 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണ്ടേ? എന്ത് ചെയ്താൽ മതി? 4 + 7 11, 11 6 17, 17 2 19, 19 4 23. 23നെ നമുക്ക് 3 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. സോ 3 കൊണ്ട് ഈ നമ്പറിനെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ട് ഈ നമ്പറിനെ ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? 2ൽ ഏതെങ്കിലും ഒന്ന് മാത്രം സാറ്റിസ്ഫൈ ചെയ്തിട്ട് കാര്യമില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ആദ്യം നമ്മൾ എന്താണ് നോക്കുന്നത്? 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കി. അവസാനത്തെ ഡിജിറ്റ് 5 ആണ്. സോ ആ ഒരു നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ലല്ലോ, കാരണം അത് ഇരട്ട സംഖ്യയല്ല. സോ ഈ ഒരു ഫുൾ നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് 3 കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം 2 കൊണ്ട് സാധിക്കില്ലെങ്കിൽ ആ നമ്പറിനെ നമുക്ക് തീർച്ചയായിട്ടും 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാനായിട്ട് സാധിക്കില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവസാനത്തെ ഡിജിറ്റ് ആദ്യം നോക്കി. 8 ആണ്, ഇരട്ട സംഖ്യയാണ്. സോ ആ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാം. ഇനി 3 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ഓരോന്നും ആഡ് ചെയ്യണം. 1 + 6 എന്ന് പറയുമ്പോൾ 7, 7 4 11, 11 2 13, 13 2 15, 15 8 23. 23നെ നമുക്ക് 3 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുമോ? ഇല്ല. സോ ഈ ഒരു ഫുൾ നമ്പറിനെ നമുക്ക് 6 കൊണ്ട് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അവസാനത്തെ ഡിജിറ്റ് ഏതാണെന്ന് നമ്മൾ നോക്കി. 7. 7 എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യ അല്ലല്ലോ. സോ 2 കൊണ്ട് ഈ ഒരു നമ്പറിനെ നമുക്ക് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ 6 കൊണ്ടും ഈ നമ്പറിനെ നമുക്ക് ഒരിക്കലും ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കില്ല. 6 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾസ് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിന്ന് ഇവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ കാര്യം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.